നമസ്കാരം. ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന നിലമ്പൂരിലേക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ വീണ്ടും എത്തും. ഈ മാസം 13, 14, 15 തീയതികളിലാണ് മുഖ്യമന്ത്രി മണ്ഡലത്തിലെത്തുക. 7 പഞ്ചായത്തുകളിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗങ്ങളിൽ പങ്കെടുക്കും. പുതിയ രാഷ്ട്രീയ മുന്നണി രൂപീകരിച്ച് PV അൻവർ. ജനകീയ പ്രതിവർഷ പ്രതിരോധ മുന്നണി എന്ന പേരിലാണ് പുതിയ മുന്നണി രൂപീകരിച്ചിരിക്കുന്നത്. തൃണമൂൽ കോൺഗ്രസിന്റെ പിന്തുണയോടെയാണ് മുന്നണി രൂപീകരണം. കേരളം കൃത്യമായി കോവിഡ് കണക്കുകൾ റിപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് കണക്ക് വർദ്ധിക്കുന്നതെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. രോഗവ്യാപന ശേഷി കൂടുതലാണെങ്കിലും തീവ്രത കുറവാണെന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. ഓപ്പറേഷൻ സിന്ദൂറിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പാർലമെന്റിന്റെ പ്രത്യേക സമ്മേളനം വിളിക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ പരിഗണനയിൽ. ഈ മാസം 16-ന് പ്രത്യേക സമ്മേളനം ചേരാനാണ് സാധ്യത. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ PV അൻവർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ഒരു കർഷകനും ഓട്ടോ തൊഴിലാളിയും റബ്ബർ ടാപ്പിംഗ് തൊഴിലാളിയുമായിരുന്നു നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമ്പോൾ അൻവറിനൊപ്പം ഉണ്ടായിരുന്നത്. പ്രകടനമായി നിലമ്പൂർ താലൂക്ക് ഓഫീസിലെത്തിയാണ് അൻവർ പത്രിക സമർപ്പിച്ചത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥി M സുരാജ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. വിജയരാഘവൻ, സംസ്ഥാന കമ്മിറ്റി അംഗം PK സൈനവ എന്നിവർ സുരാജിനൊപ്പം ഉണ്ടായിരുന്നു. ഉപതെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിലെ BJP സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് അഭിമാനത്തോടെയാണെന്ന് അഡ്വക്കേറ്റ് മോഹൻ ജോർജ്. പലരും BJPയിൽ ചേരാൻ ആഗ്രഹിക്കുന്നുണ്ട്. മോദിയുടെ പേര് പറഞ്ഞാൽ തന്നെ തനിക്ക് വോട്ട് കിട്ടുമെന്നും അദ്ദേഹം പറഞ്ഞു. മലയാളി സംഘടനയുടെ പരിപാടിയിൽ എത്തിയത് ക്ഷണിക്കപ്പെടാതെ എന്ന് വ്യക്തമാക്കി പാക് ക്രിക്കറ്റ് താരം ഷഹീദ് അഫ്രീദി രംഗത്ത്. തൊട്ടടുത്ത് തന്നെ കണ്ട ചിലർ കൂട്ടിക്കൊണ്ട് വേദിയിലേക്ക് പോകുകയായിരുന്നു എന്ന് അദ്ദേഹം ബലീജ് ടൈംസിനോട് പ്രതികരിച്ചു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് മോഹൻ ജോർജ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. റോഡ് ഷോയുടെ അകമ്പടിയോടെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, ശോഭ സുരേന്ദ്രൻ, PK കൃഷ്ണദാസ്, തുഷാർ വെള്ളാപ്പള്ളി ഉൾപ്പെടെയുള്ള നേതാക്കൾക്കൊപ്പം എത്തിയാണ് മോഹൻ ജോർജ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. ന്യൂസ് ഡെസ്ക് 2020 ന്യൂസ്.